ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ 10ാം നാളും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുർഘട മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ. ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇതുവരെ 415 പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ SKMJ സ്കൂളിൽ നിന്നും മധു ചേരുന്നു. മധു, നമസ്കാരം. ഈ രണ്ട് സംഘങ്ങളും, അതായത് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണല്ലോ ഈ ഹെലികോപ്റ്ററിൽ തെരച്ചിലിനായി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നത്. ഈ രണ്ട് സംഘങ്ങളും അവിടെ നിന്ന് പുറപ്പെട്ടോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? നമസ്കാരം മോത്തി. സംഘങ്ങളൊന്നും പുറപ്പെട്ടിട്ടില്ല. കാരണം കാലാവസ്ഥ അത്ര പ്രസന്നമല്ല. കാരണം ഈ ഗ്രൗണ്ടിൽ നിന്നാണ് പുറപ്പെടേണ്ടത്. കോപ്റ്ററുകൾ വന്നിട്ടില്ല. വന്ന് 4 തവണയായി 4 തവണയായാണ് അത് പോവുക. 6 പേരെ വീതം അവിടെ എത്തിക്കേണ്ടത്. പക്ഷേ ഇവിടെ തന്നെ കാലാവസ്ഥ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, കുറച്ച് പ്രസന്നമാണ് കാലാവസ്ഥ. ആദ്യത്തെ രാവിലത്തെ മഴയ്ക്ക് ശേഷം ഒന്ന് തെളിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ പറഞ്ഞതിൻ്റെ പിന്നാലെ വീണ്ടും മേഘാവൃതമായി സൂര്യൻ മറഞ്ഞു. അപ്പോൾ വെയിൽ ഇനിയും ആ വിധത്തിൽ ഉദിച്ചിട്ടില്ല. ഇവിടെ എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുണ്ടക്കൈ ആ മേഖലയിൽ, അതിലും മീതെയുള്ള സൂചിപ്പാറ മേഖലയിൽ നല്ല മൂടൽമഞ്ഞ് പോലെയുള്ള അവസ്ഥ തന്നെയാവും. അവിടെ ഇത്ര പോലും കാഴ്ചയില്ല. ഇറങ്ങാൻ എവിടെ ഇറങ്ങുമെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തെളിച്ചം അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ കുറച്ചുകൂടി വൈകിയേക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന വിവരം. കാരണം പക്ഷെ ഇവിടെ വൈകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. 12 പേർ വീതമുള്ള 2 ബാച്ചുകൾ അവർ തെരച്ചിൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ, ഇവിടെ വൈകുന്നു എന്ന് പറയുമ്പോൾ അവിടെ തെരച്ചിലിൻ്റെ സമയം കുറയുന്നു എന്നും കൂടി അതിനർത്ഥമുണ്ട്. പക്ഷേ തെരച്ചിൽ എന്തായാലും ഉണ്ടാവും. കാലാവസ്ഥ മാത്രമാണ് ഇപ്പം പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ബാക്കിയെല്ലാം സജ്ജരായി കഴിഞ്ഞു. പോകാനുള്ള ആളുകളൊക്കെ റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ അവർക്ക് അവിടെ എപ്പോൾ ഇറങ്ങാനാവും, എപ്പോൾ എത്താനാവും എന്നത് കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും. ഹെലികോപ്റ്ററുകൾ ഇനിയും എത്തിയിട്ടില്ല. ഒരു പക്ഷേ അല്പസമയം കൂടി നീണ്ടുപോയേക്കുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോഴും ഇവിടെയുള്ളത്. അതെന്തായാലും ആ മേഖല പൂർണ്ണമായും ഇറങ്ങും എന്നാണ്. അപ്പോൾ കൃത്യമായി അന്വേഷണം നടത്തും, തെരച്ചിൽ നടത്തും ഓരോ നിമിഷവും എന്നാണ് പറഞ്ഞത്. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരത്തെ നമ്മുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. കാരണം മനുഷ്യൻ്റെ ഗന്ധം മാത്രമല്ല, അതിനപ്പുറത്തുള്ള നിരവധി ഗന്ധങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ കഡാവർ ഡോഗ്സിന് അതൊക്കെ തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. ഏത് അവസ്ഥയിലും കടന്നെത്തുന്ന പല മണങ്ങളിൽ നിന്ന് അതിൽ മനുഷ്യൻ്റെ ഗന്ധമേത് എന്ന് തിരിച്ചറിഞ്ഞ് അവിടേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ആ ഗന്ധങ്ങളെ ആശ്രയിച്ച് തന്നെയാണ് ഇപ്പോൾ അവിടേക്ക് എത്തിച്ചേരുന്നതും. പക്ഷേ അതിന് എത്തിച്ചേരാൻ ഇപ്പോഴത്തെ തടസ്സം ഈ പറഞ്ഞ പോലെ കാലാവസ്ഥയാണ്. അല്പസമയത്തിനകം കോപ്റ്ററുകൾ എത്തും. അതിന് ശേഷം ഇവർ അങ്ങോട്ട് യാത്രയാവും. നിലവിൽ ആ പ്രദേശത്ത് വനമേഖലയിൽ അക്ഷരാർത്ഥത്തിൽ മൂടൽമഞ്ഞാണ്. മോത്തി, ഈ വനമേഖലയിലെ മൂടൽമഞ്ഞ് മാറ്റി നിർത്തിയാൽ ഇപ്പോൾ ഈ SKMJ സ്കൂളിന്റെ പരിസരത്ത് ചാറ്റൽ മഴയോ മറ്റോ ഉണ്ടോ മധു? ഇല്ല മോത്തി, ഇവിടെ ഇപ്പോൾ മഴയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 9 മണിക്ക് കാണുന്ന ഒരു തെളിച്ചം ഇപ്പോൾ ഇവിടെ ഇല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 9 മണി എന്ന് പറയുന്ന ആ സമയത്ത് നന്നായി മൂടിക്കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. രാവിലെ എണീക്കുമ്പോൾ 6 മണിക്കൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ മഴയില്ല, മഴച്ചാറിൽ പോലുമില്ല. പക്ഷേ ആകാശം തെളിഞ്ഞിട്ടില്ല. ഈ കോപ്റ്ററുകൾക്ക് അവിടെ പോകണമെങ്കിൽ പ്രധാനമായും അവർ ഈ നല്ല വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ, അവിടെ ആ പ്രദേശത്തേക്ക് കാഴ്ച നന്നായി കിട്ടിയാൽ മാത്രമേ എവിടേക്ക് ലാൻഡ് ചെയ്യാനാവൂ. ഈ മനുഷ്യരെ എവിടെ ഇറക്കാൻ, കയറ് കെട്ടി ഇറങ്ങുന്ന ആളുകളെ എവിടെ ഇറക്കാനാവുമെന്ന് പറയാനാവുള്ളൂ. അതിൽ തന്നെ രണ്ടാമത്തെ കാര്യം, ഈ ആകാശത്ത് നിന്നുള്ള താഴേക്ക് ഒഴുകുന്ന നദികൾ, അത്തരത്തിലുള്ള തുടർച്ചയായ ചില ലാൻഡ്സ്കേപ്പ് നോക്കിയിട്ട് മാത്രമാണ് ഇതിനെ യാത്ര ചെയ്യാനും കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ദൃശ്യം തെളിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി നല്ല കാലാവസ്ഥ വേണം, നല്ല തെളിച്ചമുള്ള കാലാവസ്ഥ വേണം. ആ കാലാവസ്ഥ ഇവിടെ ഇങ്ങനെയെങ്കിൽ, കൽപ്പറ്റയിൽ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെയെങ്കിൽ, ഒരു നല്ല ഇരുണ്ട കാട്ടിൽ തീർച്ചയായും ഒട്ടും ചെന്നിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം എവിടേക്കാണ് കയറ് കെട്ടി ഇറങ്ങുന്നത് എന്നറിയാതെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. ആ വിധത്തിലുള്ള അതിനുള്ളൊരു കാത്തിരിപ്പാണുള്ളത്.